ഗൾഫ് അമേരിക്ക ഉച്ചകോടി സൗദിയിൽ നടക്കാനിരിക്കെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചിപ്പിച്ച ആ സുപ്രധാന പ്രഖ്യാപനം എന്താകുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. എപ്പോഴും പ്രവചനങ്ങൾക്ക് അതീതമായും അതിശയകരമായും മറ്റുള്ളവരെ ഞെട്ടിച്ചും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ട്രംപ് എന്നതിനാൽ ആ $1 മില്യൺ പ്രഖ്യാപനം എന്താകുമെന്ന് നയതന്ത്ര ലോകത്തിന് ഒരേ സമയം ആവേശവും ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ പ്രഖ്യാപനം ഫലസ്തീന് ആശ്വാസമാകുന്ന ഒന്നാകുമെന്നാണ് കരുതപ്പെടുന്നത്. മെയ് 21-നാണ് ഗൾഫ് അമേരിക്ക ഉച്ചകോടി സൗദിയിലെ റിയാദിൽ നടക്കുക. കഴിഞ്ഞ ആഴ്ച കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായുള്ള കൂടിക്കാഴ്ചയിലാണ് തൻ്റെ പശ്ചിമേഷ്യ സന്ദർശനത്തിൽ വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനമുണ്ടാകുമെന്ന് ട്രംപ് സൂചിപ്പിച്ചത്. പലസ്തീൻ രാഷ്ട്രത്തെ അമേരിക്ക അംഗീകരിക്കുന്നത് സംബന്ധിച്ച പ്രഖ്യാപനമാണ് ട്രംപ് നടത്തുകയെന്ന് ഗൾഫ് മേഖലയിലെ നയതന്ത്ര വൃത്തങ്ങൾ പേര് വെളിപ്പെടുത്താതെ സൂചന നൽകിയതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഹമാസിന് സ്വാധീനമില്ലാത്ത പലസ്തീൻ രാഷ്ട്രം എന്നാണ് അമേരിക്ക വിഭാവനം ചെയ്യുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. എങ്കിലും അമേരിക്ക പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ നിർണായക സംഭവ വികാസമാകും. നിരവധി ലോകരാഷ്ട്രങ്ങൾ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഇസ്രായേലിൻ്റെ മുഖ്യ പങ്കാളിയായ അമേരിക്ക അത്തരമൊരു നീക്കം നടത്തിയാൽ അത് പലസ്തീനുള്ള അംഗീകാരത്തിന് പുറമെ ഇസ്രായേലിന് കനത്ത തിരിച്ചടി കൂടിയാകും. ട്രംപിൻ്റെ നീക്കങ്ങൾ ഇസ്രായേലിന് ആശങ്ക സൃഷ്ടിക്കുന്നതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അമേരിക്ക യമനിലെ ഹൂതികളുമായി നേരിട്ടിടപെട്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഇസ്രായേൽ നേതൃത്വത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു. ഇതിൻ്റെ ചുവട് പിടിച്ച് അമേരിക്ക പുതിയ പ്രഖ്യാപനം നടത്തിയാൽ അത് ഇസ്രായേലിന് ഉണ്ടാക്കുക കനത്ത തിരിച്ചടിയാകും. ഇതിനിടെ പലസ്തീൻ രാഷ്ട്രവുമായി ബന്ധപ്പെട്ടതാകില്ല ആ പ്രഖ്യാപനമെന്നും ചില വിദഗ്ധർ പറയുന്നുണ്ട്. പലസ്തീനു വേണ്ടി നിലകൊള്ളുന്ന ഈജിപ്തും ജോർദാനും ഉച്ചകോടിയിൽ ഇല്ലാത്തതാണ് ഇതിന് കാരണമായി ഇവർ ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയും തമ്മിലുള്ള പ്രധാന സാമ്പത്തിക സഹകരണ കരാറാകും പ്രഖ്യാപനമെന്നും ചില കോണിൽ നിന്ന് അഭിപ്രായം വരുന്നുണ്ട്. എന്തായാലും പ്രഖ്യാപനം എന്താകുമെന്ന് അവസാന നിമിഷം വരെ പൂർണ്ണമായി അറിയാവുന്ന വ്യക്തി ഡൊണാൾഡ് ട്രംപ് മാത്രമായിരിക്കും. അതേസമയം ആരോഗ്യ പ്രശ്നങ്ങളുള്ള സൗദിയിലെ സൽമാൻ രാജാവ് ഒഴികെ എല്ലാ GCC രാഷ്ട്ര നേതാക്കളും ഗൾഫ് US ഉച്ചകോടിയിൽ സംബന്ധിക്കും. സൽമാൻ രാജാവിന് പകരം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനാണ് നേതൃത്വം നൽകുക. 20-ന് സൗദിയിലെത്തുന്ന ട്രംപ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. ഗസ വെടിനിർത്തൽ നിർദ്ദേശവും പുനർനിർമ്മാണ പദ്ധതിയും ഇരുവരും ചർച്ച ചെയ്യും. ഗസയിലെ മാനുഷിക സഹായ വിതരണ പദ്ധതി ഏറ്റെടുക്കാനുള്ള നിർദ്ദേശവും മുഹമ്മദ് ബിൻ സൽമാൻ അവതരിപ്പിക്കും. രണ്ടാമത് പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ആദ്യമായി ട്രംപ് നടത്തുന്ന പശ്ചിമേഷ്യ യാത്രയിൽ ഖത്തറും UAEയും അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട്. എന്നാൽ ട്രംപ് ഇസ്രായേലിൽ എത്തില്ല. ട്രംപിൻ്റെ പശ്ചിമേഷ്യ സന്ദർശനത്തിന് മുമ്പ് ഗസ വെടിനിർത്തൽ നടപ്പിലാക്കാൻ US ഉദ്യോഗസ്ഥർ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കണമെങ്കിൽ ഗസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നാണ് സൗദിയുടെ ഉപാധി. നിലവിൽ ഇസ്രായേലിനെ അംഗീകരിക്കാത്ത രാജ്യമാണ് സൗദി അറേബ്യ. Waytonikah.com, the exclusive Muslim matrimonial site.